ഇന്നിപ്പോൾ കോൺഗ്രസ് കുറെ കൂടി വലിയ ക്യാൻവാസിൽ ഈ സമരം നടത്തുന്നത് കണ്ടു. ഇന്നലത്തെ ഈ പ്രൊട്ടസ്റ്റിന്റെയും അതുപോലെ തന്നെ വളരെ മൃഗീയമായ ലാത്തിച്ചാർജിന്റെയും ഒക്കെ അനന്തര ഫലമാണ്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കൂടി ഈ സമരം ഏറ്റെടുക്കുകയാണോ? ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? സന്തോഷം. കൂടുതൽ പാർട്ടികളും കൂടുതൽ ആളുകളും ഇതിലേക്ക് വരുന്നത് വളരെ സന്തോഷം. ഇന്നലെ നടന്ന ഡൽഹി പോലീസിന്റെ അതിക്രമം, അതിനെ എങ്ങനെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളെ, കയ്യിൽ പൂവും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും വെച്ച് മുമ്പിലേക്ക് വന്ന വിദ്യാർത്ഥികളെ എങ്ങനെയാണ് അക്രമത്തിലൂടെ ഈ ഡൽഹി പോലീസ് നേരിട്ടത്? ആരാണ് ഡൽഹി പോലീസിനെ, അല്ലെങ്കിൽ ആർക്കാണ് അവരെ റിപ്പോർട്ട് ചെയ്യുന്നത്? ആരുടെ കീഴിലാണ് ഡൽഹി പോലീസ് വരുന്നത്? അപ്പോ എല്ലാത്തിനെയും ഇങ്ങനെ അക്രമത്തിലൂടെ നേരിട്ട് പേടിപ്പിച്ച് വിരട്ടി ഓടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു അല്ലെങ്കിൽ മീം മൂവ്മെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി തുടങ്ങിയ മൂവ്മെന്റ് ആണ്. അപ്പോ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരാൻ പറ്റി, നമ്മളുടെ മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്നലെ വന്നു. നിങ്ങൾ ഇന്ന് പേടിപ്പിച്ചിട്ട് പോലും ഇന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കൂടുതൽ കുട്ടികൾ ഡൽഹിയിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന്, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് കൂടുതൽ കുട്ടികൾ ഈ സമരത്തിന് മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോ ഇതെല്ലാം ഒന്ന് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ശംഖു സാർ ഒന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഡൽഹി പോലീസിന്റെ അക്രമത്തെ എങ്ങനെയാണ് BJP ആസ് എ പാർട്ടി അല്ലെങ്കിൽ ഭരണ പാർട്ടി നോക്കി കാണുന്നതും കൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം.